മിസ്രയീമിലുള്ള ദൈവ കുഞ്ഞുങ്ങളുടെ ഇസ്രായേല്യരുടെ ഒരൊറ്റ മൃഗം പോലും ചത്തില്ല കേട്ടോ. ഒരൊറ്റ മൃഗം പോലും ചത്തില്ല. കൊറോണ നിന്റെ വീടിന്റെ മുന്നേ കിടന്ന് നിന്റെ പ്രാണന് വില പേശിയതല്ലേ? നിന്റെ പ്രാണന് വില പേശിയതല്ലേ? നിന്നെ അകത്ത് കയറ്റിയതല്ലേ? ഐസിയു കയറ്റിയതല്ലേ? റബന ഹതലഘടക. കൊറോണ വന്നിട്ട് നീ പെടഞ്ഞു മരിക്കുമെന്ന് പിശാച് വെല്ലുവിളിച്ചിട്ട് ഇന്നും ഒരുത്തിയെ പോലെ ഇന്നും ഒരുത്തിനെ പോലെ നീ ഇരിക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിന്റെ സമയമായിട്ടില്ല. നിനക്കെതിരെ വെല്ലുവിളിക്കുന്ന, നിന്റെ പ്രാണനെതിരെ വെല്ലുവിളിക്കുന്ന പിശാചിനോട് പറ, എന്റെ ദൈവം അനുവദിക്കാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ല. മിസ്രയീമരുടെയും മധ്യത്തിൽ ദൈവം ഒരു വ്യത്യാസം വെച്ചു. ദൈവത്തെ സേവിക്കുന്നവനും അല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. നിനക്കെതിരെ നാള് പറഞ്ഞ്, നാഴിക പറഞ്ഞ്, നിനക്കെതിരെ സമയം പറഞ്ഞ്, അതെ ഹല്ലേലൂയ, നീ പോലും ചിന്തിക്കാത്ത നിലവാരത്തിൽ റിഗന ഹതലഘടക ആരോടൊക്കെ ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു. ദേശത്തെ ഹല്ലേലൂയ നോക്കി ദൈവാത്മാവ് ദൂത് പറയുന്നു. എന്റെ മുൻപിലേക്ക് നിങ്ങളെ നോക്കി ദൈവാത്മാവ് ദൂത് പറയുന്നു. നിനക്കെതിരെ സമയം പറഞ്ഞ്, ദിവസം പറഞ്ഞ്, എണ്ണം പറഞ്ഞ് ചെയ്ത് വിട്ടിട്ടും നീ തകരാതിരിക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? നിനക്ക് ചുറ്റുമുള്ള അധികാരമുള്ള യേശുവിന്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അതാണ് സത്യദൈവത്തെ ആരാധിക്കുന്നവര് അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. അതാണ് ഇവിടെ വ്യക്തമാകുന്നത്. ഈ പറയുന്ന വിഷയത്തിൽ ദൈവത്തിന്റെ പരമാധികാരം പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്.